നിങ്ങളുടെ വിദേശത്തുള്ള ബാങ്ക് ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഇന്ത്യയിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പക്കലുണ്ട്. വിദേശത്ത് ബിസിനസ് ചെയ്യുന്ന പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വിദേശത്തുള്ള വരുമാനത്തിന് ഇന്ത്യയിൽ ഇൻകം ടാക്സ് അടക്കണ്ടല്ലോ എന്നുള്ളത്. ഇനി അഥവാ അടക്കണമെങ്കിൽ പോലും അയാൾക്ക് അങ്ങനെ ഒരു വരുമാനം വിദേശത്തുള്ളത് ഇന്ത്യയിൽ ഇന്ത്യൻ ഗവൺമെൻറ് അറിയില്ലല്ലോ എന്നുള്ളത്. അതിന് ഇൻകം ടാക്സ് വരുമോ എന്നുള്ളത് നിങ്ങളുടെ NRI സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ നിങ്ങളുടെ വിദേശത്തുള്ള ബാങ്ക് ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഇന്ത്യയിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പക്കലുണ്ട്. കുറച്ച് മുന്നേ എൻ്റെ ഒരു ക്ലയൻറ്റിന് ഒരു ഇൻകം ടാക്സ് നോട്ടീസ് വന്നു. അദ്ദേഹം ഇന്ത്യയിലും ഖത്തറിലും ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ആ നോട്ടീസിൽ ഖത്തറിലെ ബാങ്ക് ബാലൻസ് അടങ്ങുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സോഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനും അദ്ദേഹത്തിൻ്റെ NRI സ്റ്റാറ്റസ് പ്രൂവ് ചെയ്യാനുമാണ് ആ നോട്ടീസിൽ പറയുന്നത്. ഇത് ഒരു വർഷത്തിൻ്റേത് മാത്രമല്ല, 2014 മുതൽ 2023 വരെയുള്ള 9 വർഷത്തിൻ്റേതാണ് ആവശ്യപ്പെടുന്നത്. ഇന്ത്യയിൽ അദ്ദേഹം താമസിച്ച ദിവസം കണക്കാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ പീരീഡിലുള്ള പാസ്പോർട്ടിൻ്റെ ഇമിഗ്രേഷൻ സീല് വെച്ചിട്ടുള്ള എല്ലാ പേജസിൻ്റെ കോപ്പീസും ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ പല വർഷങ്ങളിലും അദ്ദേഹം ഇന്ത്യയിൽ 182 ഡേയ്സിൽ കൂടുതൽ താമസിക്കുകയും അദ്ദേഹത്തിൻ്റെ NRI സ്റ്റാറ്റസ് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് കാരണം തന്നെ അദ്ദേഹത്തിന് ആ ഖത്തറിലുള്ള വരുമാനത്തിന് ഇവിടെ ഇന്ത്യയിൽ ഇൻകം ടാക്സ് വരാവുന്നതാണ്. പക്ഷേ ഈ കേസിൽ അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ നിന്ന് എമൗണ്ട് വിഡ്രോ ചെയ്യുകയും അതേപോലെ തന്നെ ആ എമൗണ്ട് റീഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തതുകൊണ്ട് അവിടെ ഇൻകം ജനറേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് എനിക്ക് ആ കേസ് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. മാത്രമല്ല അദ്ദേഹം അവിടെ ബിസിനസ് തുടങ്ങാനുള്ള ക്യാപിറ്റൽ എമൗണ്ട് ഇന്ത്യയിൽ നിന്ന് പ്രോപ്പർ റൂട്ടിൽ അവിടേക്ക് കൊണ്ടുപോയത് കൊണ്ട് ആ ക്യാപിറ്റലിൻ്റെ സോഴ്സും ബോധിപ്പിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലാതെ ട്രാൻസാക്ഷൻ നടത്തുകയോ NRI സ്റ്റാറ്റസ് ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്താൽ എല്ലായ്പ്പോഴും ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റണമെന്നില്ല.